ഇത് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സിസ്റ്റം 6 ഘട്ട ഓട്ടോമാറ്റിക് പരിശോധന എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യമായിട്ടാണ് കേസ്മാർട്ടിന്റെ ഇതിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത്. ശരിക്കും ഇത്രയും ഈ 6 ഘട്ട പരിശോധന നടത്തി കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ ബോഡിയിൽ ഒരു പരിശോധന ഇല്ല. അതാണ് അതിന്റെ വസ്തുത. നമുക്ക് പിന്നെ കാര്യം ചെക്ക് ചെയ്യേണ്ടതെല്ലാം, ക്രോസ് ചെക്ക് ചെയ്യേണ്ടതെല്ലാം ഒരു എൻക്വയറി നടത്തേണ്ട ആവശ്യമില്ല. എൻക്വയറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടില്ല. പെൻഷന്റെ സൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, അതിനകത്ത് കൊടുത്തിട്ടില്ല. ഓൾറെഡി എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് കേസ്മാർട്ട് തന്നെ ചെക്ക് ചെയ്തു പോകുന്ന ഒരു സംവിധാനമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ സൂചിപ്പിച്ചോട്ടെ. ഇതേ തരത്തിൽ ആണ് ഇനി മറ്റ് കേസ്മാർട്ടിൽ നിലവിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളും വരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ അറിയാം, നമുക്ക് ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുറേ സൈറ്റുകളിൽ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളത് വരും വഴിയിൽ കാണാം. അടുത്ത സ്ലൈഡിൽ പറയാം ഏതൊക്കെ ഘട്ടങ്ങളിൽ അത് ചെക്ക് ചെയ്യും എന്നുള്ളത്. അടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേസ്മാർട്ട് വഴി ഒരു ആപ്ലിക്കന്റ്, ഒരു സിറ്റിസൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നത് നേരെ വെൽഫെയർ പെൻഷന്റെ സൈറ്റിലോട്ടാണ്. വെൽഫെയർ പെൻഷന്റെ ക്ലർക്ക് ലോഗിലാണ് അത് പോകുന്നത്. അവിടെ അത് പരിശോധിച്ചിട്ട് സിമ്പിളാണ്, അവിടെ അത് പരിശോധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഫ്ലോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലർക്ക് ലോഗിൽ നിന്നാണ് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് ഇതിൽ എന്തെങ്കിലും അപാകത കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിട്ടേൺ ചെയ്യേണ്ടത് ക്ലർക്ക് ലോഗിലാണ്. അതുപോലെ അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനും ഇപ്പോൾ നമ്മൾ ക്ലർക്ക് ലോഗിലാണുള്ളത്. നമുക്ക് ആ അപ്രൂവർ ലോഗിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ റിജക്റ്റ് ചെയ്യണമെങ്കിലും ഈ ക്ലർക്ക് ലോഗിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമേ അപ്രൂവർ ലോഗിനിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് അതാണ്. അപ്രൂവർ ലോഗിനിൽ ഒറ്റ കണ്ടീഷനേ ഇപ്പോൾ ഉള്ളൂ, അവിടെ അപ്രൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ അത് സംസാരിച്ചു, അതിൻ്റെ ടീമുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാമെന്നാണ്. അപ്രൂവർ ലോഗിൽ ഇപ്പോൾ ശരിക്കും ഈ ക്ലർക്ക് ലോഗിൽ നിന്ന് അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നിലവിലുള്ള അപ്രൂവ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഓപ്ഷൻ ഇപ്പോൾ അവിടെ ഉള്ളൂ. അവിടെ റിട്ടേണോ റിജക്റ്റോ വേറെ ഒന്നും അപ്രൂവർ ലോഗിനിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ക്ലർക്ക് ലോഗിനിൽ കൃത്യമായിട്ട് പരിശോധിച്ച് റിട്ടേൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണെങ്കിൽ ക്ലർക്ക് ലോഗിൽ നിന്ന് റിട്ടേൺ ചെയ്യണം. അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ നേരെ കേസ്മാർട്ടിന്റെ ആപ്ലിക്കൻ ലോഗിനിൽ വരും, സിറ്റിസൺ ലോഗിനിൽ വരും. വീണ്ടും നമുക്ക് അതിനെ തിരിച്ചയക്കാവുന്നതാണ്. അതുപോലെ ക്ലർക്ക് ലോഗിൽ തന്നെ നമ്മൾ റിജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വച്ചിട്ടുണ്ട്. റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ സിറ്റിസൺ ലോഗിൽ നിന്ന് വേറെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് അതിനെ തിരിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റില്ല, വേറൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ക്ലർക്ക് ലോഗിനാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പെൻഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഈ അപ്രൂവർ ലോഗിനിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പെൻഷൻ അംഗീകാരം കൊടുക്കുന്നത് അപ്രൂവറാണ്. അപ്രൂവർ എപ്പോഴാണോ DS ചെയ്യുന്നത് അപ്പോഴാണ് ഇത് ശരിക്കും അന്ന് മുതലാണ് ഒരു ബെനിഫിഷ്യറി ആയി മാറുന്നത്. അത് ശ്രദ്ധിക്കുക. നമ്മൾ DS ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ ബെനിഫിഷ്യറിയുടെ ബെനിഫിഷ്യറി പൈസ കിട്ടുന്നതും താമസിക്കും. എന്നാണോ ഒരു ആപ്ലിക്കേഷൻ സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത് അപ്പോഴ് മാത്രമാണ് അതിൽ അപ്പോഴും മുതലാണ് ആൾക്ക് പൈസ കിട്ടി തുടങ്ങുന്നത്. അത് ശ്രദ്ധിക്കണം. ഈ 4 ലോഗിനാണ് ശരിക്കും ഉള്ളത്. ഒന്ന് സിറ്റിസൺ ലോഗിനാണ്, ഞാനിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിറ്റിസൺ ലോഗിനിൽ ആണ് കേസ്മാർട്ട് വഴിയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. 2 ക്ലർക്ക് ലോഗിനാണ്, അത് വെൽഫെയർ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് വെൽഫെയർ പെൻഷൻ .lst കേരള എന്ന് പറഞ്ഞൊരു സൈറ്റിലാണ് അത് ചെയ്യുന്നത്. മൂന്നാമത്തത് അപ്രൂവർ എന്ന് പറഞ്ഞ ലോഗിനാണ്, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതും വെൽഫെയർ പെൻഷൻ .lst കേരള എന്നുള്ള സൈറ്റിലാണ് അപ്രൂവർ ലോഗിനുള്ളത്. ഇത് കൂടാതെ നമുക്ക് ട്രാൻസ്ജെൻഡർ അപേക്ഷകള് സാമൂഹ്യക്ഷേമ വകുപ്പ് അവിടെ ഒരു ചെക്കിംഗ് വരുന്നുണ്ട്. അതും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപേക്ഷ ശരിക്കും ഈ ജെൻഡർ എടുക്കുന്നത് ആധാറിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് ആധാറിൽ നിന്ന് ആദ്യം കൊടുത്തപ്പോൾ ചെറിയൊരു വിഷയം കണ്ടു. അപ്പോൾ ചില കേസുകൾ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അതിനകത്ത് ഫീമെയിലോ മെയിലോ ഒക്കെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിനകത്ത് ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഉള്ളത് കൊണ്ട് ആധാറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എടുത്താലും അത് മാറ്റി കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ സിറ്റിസൺ ലോഗിനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പോകുന്ന അപേക്ഷ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് ലോക്കൽ ബോഡിയിൽ കാണാമെങ്കിലും ഫയല് പോകുന്നത് ഈ സാമൂഹ്യക്ഷേമ വകുപ്പിലേക്കാണ്. അത് ശ്രദ്ധിക്കുക. അവർക്കൊരു ലോഗിൻ ഉണ്ട്.
സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് ഒരു ലോഗിൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ നേരിട്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുള്ള ജെൻഡർ സെലക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നേരിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലോഗിനിലേക്കാണ് പോകുന്നത്. അവിടെ അത് ആണോ അല്ലയോ എന്നുള്ളത് അവിടെ അത് ചെക്ക് ചെയ്യും. അവിടെ ആണ് എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലർക്ക് ലോഗിൽ പ്രോസസ്സ് ചെയ്ത് വിടാൻ പറ്റും. അതേസമയം അവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ലോഗിൽ അല്ല എന്ന് കൊടുക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ബോഡിയിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്യാനേ മാർഗമുള്ളൂ. വേറെ തിരിച്ചയക്കാനോ ഒന്നും പറ്റില്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. അപ്പൊ ഇങ്ങനെ 4 ലോഗിനാണ് നമ്മുടെ ഈ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് വരുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മളെ കേസ്മാർട്ടിൽ വരണുള്ളൂ. ബാക്കിയെല്ലാം ക്ലർക്കും അപ്രൂവറും ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ലോഗിനും വെൽഫെയർ പെൻഷൻ .lsc കേരള സൈറ്റിനകത്താണ്. ഇതാണ് ഒരു സിറ്റിസന്റെ ലോഗിന്റെ ഒരു കാര്യങ്ങൾ. അവിടെ ഓട്ടോമാറ്റിക്കലി ഇത്രയും കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നേരിട്ട് നമ്മളെ സിവിൽ രജിസ്ട്രേഷന്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യും. വേറെ പെൻഷൻ, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തന്നെ വേറെ ഏതെങ്കിലും വാങ്ങണുണ്ടോ എന്നുള്ളത് നമ്മുടെ തന്നെ പെൻഷൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്നുള്ളത് സ്പാർക്കിന്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യും. ഇനി മറ്റേതെങ്കിലും പെൻഷനർ, നമ്മൾ ഗവൺമെന്റ് ജോലിക്കാർ പിന്നെ പെൻഷനായി അങ്ങനെ എന്തെങ്കിലും പെൻഷൻ വാങ്ങണുണ്ടോ എന്നറിയാൻ വേണ്ടി ട്രഷറിയുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യും. BPL വിഭാഗമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി റേഷൻ കാർഡിൽ ചെക്ക് ചെയ്യും. മറ്റു കാര്യങ്ങളൊക്കെ, മറ്റ് ജെൻഡർ, മറ്റു കാര്യങ്ങളെല്ലാം ആധാറിന്റെ സൈറ്റിൽ പോയും ചെക്ക് ചെയ്യും. ഇത്രയും ചെക്കിങ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ലോക്കൽ ബോഡിയിൽ പിന്നെ ഒരു എൻക്വയറിയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടും ഇല്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനുള്ള ഡാറ്റ എല്ലാം ഇതിനകത്തോട്ട് ഫെച്ചായി വരും. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൊടുത്തു പോവുക. ഇത് സിറ്റിസൺ ലോഗിന്റെ ഇതാണ്. അടുത്ത ക്ലർക്ക് ലോഗിലുള്ളത് അതിനകത്ത് പരിശോധനയാണ്. അതിൽ പരിശോധന ഉണ്ടെങ്കിൽ അതിൽ മടക്കി അയക്കാനുള്ള, റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വീണ്ടും നമ്മുടെ കേസ്മാർട്ടിന്റെ ആപ്ലിക്കൻ ലോഗിൽ, സിറ്റിസൺ ലോഗിൽ വരും. വീണ്ടും തിരുത്തൽ വരുത്തി നമുക്ക് തിരിച്ചയക്കാൻ പറ്റും. ഇനി അത് ഒഴിവാക്കണമെങ്കിൽ, റിജക്ഷൻ ചെയ്യണമെങ്കിൽ ക്ലർക്ക് ലോഗിൽ നിന്ന് റിജക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിജക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പിന്നെ തിരിച്ചയക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറൊരു ആപ്ലിക്കേഷനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കമ്മിറ്റി തീരുമാനങ്ങൾ നമുക്കറിയാമല്ലോ. ഈ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്തിട്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ കൊടുക്കണോ വേണ്ടോ എന്നുള്ള കമ്മിറ്റിയിൽ വച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു ഇതുണ്ടാവും. നേരത്തെയും ഈ കമ്മിറ്റി മീറ്റിങ്ങിന്റെ ഒക്കെ ഇപ്പോൾ മോഡ്യൂൾ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഓരോ പെൻഷനറിനെയും വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫയൽ ജനറേറ്റ് ചെയ്യുക, ആ ഫയലിൽ നിന്നുകൊണ്ടൊരു അജണ്ട ക്രിയേറ്റ് ചെയ്യുക. ആ ഒരൊറ്റ ഫയലിൽ, ആ ഒരൊറ്റ അജണ്ടയിൽ എത്ര പെൻഷനേഴ്സ് ഉണ്ടോ അവരുടെ അത്രയും ഡീറ്റെയിൽ പറഞ്ഞാൽ മതിയാകും. അത്തരത്തിൽ കമ്മിറ്റിയിൽ വെച്ച് കമ്മിറ്റി തീരുമാനം എടുത്തതിന് ശേഷം നമുക്ക് അത് ഈ പറയുന്ന ക്ലർക്ക് ലോഗിനിലെ വെൽഫെയർ പെൻഷനകത്ത് നമുക്ക് എൻട്രി ചെയ്യേണ്ടി വരും. കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ക്ലർക്ക് ലോഗിനാണ്. അടുത്ത അപ്രൂവർ ലോഗിനാണ്. അപ്രൂവർ ലോഗിനകത്ത് വേറെ ഒന്നുമില്ല, അംഗീകാരം കൊടുക്കുക. ഇത് ഏറ്റവും താഴെ പറഞ്ഞിട്ടുള്ളത് ഇല്ല കേട്ടോ, നിരസിക്കൽ എന്നുള്ളത് അപ്രൂവർ ലോഗിനിൽ ഇല്ല. അത് ഞാൻ അവസാനമാണ്, അത് നേരത്തെ ഞാനിത് PPT ചെയ്തതിന് ശേഷമാണ് അത് ഉറപ്പുവരുത്തിയത്. അപ്പൊ അത് വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അങ്ങനെ ഒരു നിരസിക്കൽ അപ്രൂവർ ലോഗിനിൽ ഇല്ല. ആകപ്പാടെ ഉള്ളത് അവിടെ അപ്രൂവറും പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും മാത്രമേ അപ്രൂവർ ലോഗിനിൽ ഉള്ളൂ. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. നിരസിക്കൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിലവിൽ ഇപ്പൊ അപ്രൂവർ ലോഗിനിൽ ഇല്ല. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്ത PPT ആണ്. അപ്പൊ പിന്നെയാണ് ഞാനത് കൺഫേം ചെയ്തത്. അങ്ങനെ ഒരു ഓപ്ഷൻ അപ്രൂവർ ലോഗിനിൽ ഇല്ല. ഒന്നുകൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്. ഇതാണ് അപ്രൂവർ ലോഗിൻ. ഇനി നമ്മള് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ലോഗിനിൽ അവർക്കൊരു ലോഗിൻ ഉണ്ട്. അത് അവിടെ ശരിക്കും ഈ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള ഡാറ്റാബേസ് ശരിക്കും വെബ്സൈറ്റിൽ വരാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചെക്കിംഗ് ഓട്ടോമാറ്റിക്കലി കൊടുക്കാത്തത്. അങ്ങനെ ജെൻഡർ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നേരിട്ട് ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള വെൽഫെയർ പെൻഷന്റെ സൈറ്റിൽ തന്നെ ഒരു ലോഗിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും.
അവിടെ അവർക്ക് യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനായി കൊടുക്കാൻ പറ്റും. ഇതാണോ അല്ലയോ എന്നുള്ളത് അവരുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നോക്കിയിട്ട് അത് കൊടുക്കുന്നു. അവര് ഇങ്ങനെ ട്രാൻസ്ജെൻഡർ അല്ല എന്ന് ചെക്ക് ചെയ്താണ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ആ ആപ്ലിക്കേഷൻ ഒന്നും നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ലോക്കൽ ബോഡിയിലും അത് റിജക്ട് ചെയ്യാനേ മാർഗമുള്ളൂ. ഇത് നമ്മളെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ സെഷനാണ്. ഇത്രയാണ് നമുക്കൊരു PPT-ക്കകത്ത് പറയാനുള്ളത്. ഏതാണ്ട് ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. ഞാനിനി ജസ്റ്റ് നമുക്ക് അതിന്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ആദ്യം സിറ്റിസൺ ലോഗിൽ കയറാം. ഇത് സിറ്റിസൺ ലോഗിനാണ്. ഇവിടെ അപ്ലൈക്കകത്ത് ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോവാം. അത് കാര്യം നമുക്കിത് ആവശ്യമുള്ളതല്ല, എന്നാലും നമുക്കിത് അറിഞ്ഞിരിക്കണം. കാരണം ഇതിനകത്ത് കുറെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അത് നല്ലതാണോ അല്ലെങ്കിൽ അത് മതിയോ എന്നൊക്കെ ഉള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതിനകത്ത് നിന്ന് ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ട്രെയിനിങ് സൈറ്റ് ആണ്. നമുക്ക് ഇവിടെ ഏത് ലോക്കൽ ബോഡിയാണെന്ന് സെലക്ട് ചെയ്യണം. വാർഡ് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ആധാർ കൊടുക്കുക. ആധാർ കൊടുക്കണം. ഇവിടെ ആധാറിലുള്ള പേര് അതുപോലെ ടൈപ്പ് ചെയ്യണം. ഈ ഒരൊറ്റ ഓപ്ഷനാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വാലിഡേറ്റ് ഉണ്ട്, ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഇപ്പോഴാണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ചെക്കിംഗ് എല്ലാം നടത്തുന്നത്. ഓട്ടോമാറ്റിക് ചെക്കിംഗ് ആണ്. സിവിലൈസേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാം ഓട്ടോമാറ്റിക് ചെക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ലോക്കൽ ബോഡിയിൽ ഒരു എൻക്വയറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ ഇത്രയും ചെക്കിംഗ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ആധാർ വെച്ചിട്ട് തന്നെ ആ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് വന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ആധാർ കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അടുത്ത വിൻഡോയിലാണ് നോക്കിയാൽ ഇവിടെ ഒരു ജെൻഡർ പറയാനുണ്ട്. കണ്ടോ, ഇത് ശരിക്കും ഈ ആധാറിന്റെ സൈറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈ ജെൻഡർ. എന്നാലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആധാർ എടുത്ത സമയത്ത് ജെൻഡർ വേറെ ആയിരിക്കാം. പിന്നീട് അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസ് വുമൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. ശ്രദ്ധിക്കുക, ബാക്കി എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നുണ്ട്. ഇനി ഇതിലില്ലാത്ത കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുക. ഹൗസ് നെയിം അത് മലയാളത്തിൽ കൊടുക്കുക. ഞാനതിവിടെ വെറുതെ ടൈപ്പ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പറിന് പ്രത്യേകിച്ച് വാലിഡേഷൻ ഒന്നും ഇപ്പോൾ വച്ചിട്ടില്ല. ഒരു മൊബൈൽ നമ്പർ തന്നെ പലർക്ക് വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പ്രൊസീഡ് ചെയ്യുക. ഇത് സിറ്റിസൺ ലോഗിനാണ്. നമുക്കിതിൽ വലിയ കഥയില്ല, എന്നാലും ഇത് ജോബ് ഡീറ്റെയിൽസ് ആണ്. ഇത് സ്റ്റുഡൻ്റ് ആണോ, ഇത്രയും തരത്തിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. നമ്മൾ ആ PD-യുടെ ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ PD-യുടെ ഓർഡർ. 336/614/25 എന്ന് പറഞ്ഞ ഓർഡർ ഇതാണ്. ഇതിനകത്ത് ഇതിനുള്ള മാനദണ്ഡങ്ങളും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും ശരിക്കും ഈ ഒരു ട്രെയിനിങ്ങിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിൻഡോ ബൈ വിൻഡോ ആയിട്ട് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. PD-യിലെ ഓർഡറിനകത്ത് തന്നെ ഇതിനകത്ത് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇതിനനുസരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജോബ് ഡീറ്റെയിൽസ് പ്രൊസീഡ് ചെയ്യണു. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കലി IFSC കോഡ് വരും. ഇവിടെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്യണം. പ്രൊസീഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഏജ് പ്രൂഫ് നമ്മളിവിടെ ഒന്ന് ആഡ് ചെയ്യണം. ഇവിടെയും നമ്മളൊരു ഓട്ടോമാറ്റിക് ചെക്കിംഗ് വച്ചിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നോക്കി ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി സെർച്ച് ഓൺലൈൻ കേസ്മാർട്ട് എന്ന് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫെച്ച് ചെയ്യാനൊരു വിൻഡോ വരും. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യണ്ട. ഇത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള ഒരു വിൻഡോയാണ്. ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ടാണ് വരണമെങ്കിൽ ഇവിടെ അറ്റാച്ച്മെന്റ് വേണ്ട. അതല്ല ഇപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ഇവിടെ അറ്റാച്ച്മെന്റ് ചെയ്യണം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം.
ഇവിടെയും ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ട്. സെർച്ച് ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സിവിൽ രജിസ്ട്രേഷനകത്ത് കയറി ചെക്ക് ചെയ്യും. ഓക്കെ, തൽക്കാലം ഞാൻ അറ്റാച്ച്മെന്റ് കൊടുക്കാം. ഇവിടെ വേറെയും ഓപ്ഷൻ ഉണ്ട്. പ്രൂഫായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് വയ്ക്കാം. പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ഇതൊന്നും ഇല്ല എങ്കിൽ, ഈ ബാക്കി ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഏജ് പ്രൂഫിന് വേണ്ടി ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസറിന്റെ സർട്ടിഫിക്കറ്റ് ആയാലും മതി. പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതായാലും കുഴപ്പമില്ല. അറ്റാച്ച് ചെയ്യണം. ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. പ്രൊസീഡ് ചെയ്യാം. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഇത്രയും കറക്റ്റ് ആണെങ്കിൽ, ഇത് ആർ യു പേഴ്സൺ റിസീവിങ് എ സർവീസ് പെൻഷൻ, ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല, പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ദി ആപ്ലിക്കൻ ഷുഡ് നോട്ട് ബി എ റെസിപ്പിയന്റ്, ഇവിടെ വെച്ച് നിൽക്കും. ഇത് നോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് PF വേറെ EPF പെൻഷൻ എല്ലാം വാങ്ങണുണ്ടോ, ഇതൊക്കെ തന്നെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പോകില്ല. നോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ മാത്രം ഇത് ആർ യു റെസിഡന്റ് ഇൻ കേരള, അത് യെസ് കൊടുക്കണം. ഇത് നോ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷനകത്തുള്ളത്. കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രിവ്യൂ വരും. ആ പ്രിവ്യൂവിൽ ഒന്ന് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ വരും. ആ ഡിക്ലറേഷനിൽ ഒരു OTP ഉണ്ട്. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സിറ്റിസൺ സൈഡിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സെക്ഷനിൽ ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നാൽ പോലും ആ ചെക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാം. ഇത്രയും ചെക്കിങ്ങുകൾ ഇതിനകത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതിന് എൻക്വയറി വേണ്ടേ, ഇതിനൊരു പരിശോധന വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു 80% ചെക്കിങ് നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഉറപ്പിക്കാനാണ് ഞാൻ ഈ ഒരു സെഷൻ, ഈ ഒരു ലോഗിൻ, സിറ്റിസൺ ലോഗിൻ കൂടെ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുന്ന് മൈ ആപ്ലിക്കേഷൻസിനകത്ത് ലിസ്റ്റ് ചെയ്യും, സിറ്റിസൺ സൈഡിൽ നിന്ന് ലിസ്റ്റ് ചെയ്യും. അതിന് ആപ്ലിക്കേഷൻ സാധാരണ മറ്റ് ആപ്ലിക്കേഷനുകൾ പോലെ തന്നെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. പ്രശ്നമൊന്നും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് നോട്ട് ചെയ്ത് വെച്ചാലും മതി, അവസാനം ചോദിച്ചാൽ മതി. ഇനി ഞാൻ നേരെ ഇനി അടുത്ത് എവിടെയാണ് പോകുന്നത്? നമ്മുടെ വെൽഫെയർ പെൻഷനിലാണ് ഈ ഡാറ്റ പോകുന്നത്. വെൽഫെയർ പെൻഷൻ, ഞാനിത് ഡെമോയാണ്, ഒറിജിനൽ അല്ല. ഡെമോയിലാണ് ഞാൻ കയറുന്നത്. അപ്പോൾ സിറ്റിസൺ K-SMART അപ്ലൈ ചെയ്യുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നേരെ പോകുന്നത് നമ്മുടെ വെൽഫെയർ പെൻഷനിലോട്ടാണ്. അവിടെ ക്ലറിക്കൽ ലോഗിനിലാണ് സാധാരണയുള്ള ട്രാൻസ്ജെൻഡർ ഒഴികെയുള്ള ആപ്ലിക്കേഷനുകൾ വരുന്നത്. ഞാൻ ക്ലർക്ക് ലോഗിനിൽ കയറുന്നു. ഇത് ക്ലർക്ക് ലോഗനാണ്, ദമ്പൂരി പഞ്ചായത്തിന്റെ ഡെമോ ആണ് കേട്ടോ, ഒറിജിനൽ അല്ല, പേടിക്കണ്ട. ഇത് ഡെമോ സൈറ്റ് ആണ്. ഇത് ക്ലർക്ക് ലോഗിനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ന്യൂ ആപ്ലിക്കേഷൻ ഉണ്ട്, സെർച്ച് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൽ വരുന്ന ആപ്ലിക്കേഷൻസ് കാണാൻ ന്യൂ ആപ്ലിക്കേഷൻസ് എടുക്കുക. നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ SJD, മറ്റേ നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുമെങ്കിലും നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ വേർതിരിച്ചറിയാനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. ഞാൻ വേറെ ലോഗിൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ഇതിൽ പിന്നെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ അപേക്ഷകളും വേർതിരിച്ച് കാണാൻ 3 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ലിസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ആണ് ചെക്ക് ചെയ്യേണ്ടത്. വെരിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ക്ലർക്ക് ലോഗിനിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്.
ഇത് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സ്കൂൾ രേഖ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ നോക്കിയാൽ അറ്റാച്ച്മെന്റ് തരം മാനുവൽ അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ എന്താണ് ഏജ് പ്രൂഫ് സബ്മിറ്റ് അത് ചോദിക്കുന്ന സ്കൂള്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈനായി ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞ് കാണും. അല്ലാത്ത കേസുകളിൽ ജസ്റ്റ് ഈ അറ്റാച്ച്മെന്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇത് വേറെ ആണ്, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് നമ്മൾ നോക്കുക. ശരിക്കും ആ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ക്ലർക്ക് ലോഗിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഈ രേഖ ഒരൊറ്റ അറ്റാച്ച്മെന്റ് മാത്രമേ ഇതിൽ അറ്റാച്ച് ചെയ്യണുള്ളൂ. ആ ഒരു അറ്റാച്ച്മെന്റ് മാത്രം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ക്ലർക്ക് ലോഗിലാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇത്രയും ചെക്കിംഗ് ആണെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യണതിന് ചെക്ക് ചെയ്യാം. പിന്നെ ഫീൽഡിൽ പോയി ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ്ട് കാര്യങ്ങൾ ഒരു 70% കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി കേസ്മാർട്ട് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലർക്ക് ലോഗിൽ ഒന്ന് പരിശോധിക്കാം. പിന്നെ കഴിയണതും ഈ അറ്റാച്ച്മെന്റ് ഒന്ന് നോക്കുക. ഈ അറ്റാച്ച്മെന്റ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ, ഇത് ക്ലർക്കിന് മാത്രമേ റിജക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ക്ലർക്ക് ലോഗിലെ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിട്ടേൺ ചെയ്യണം. ഈ 2 ഓപ്ഷനും നമുക്കിപ്പോൾ അപ്രൂവർ ലോഗിനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യണതും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് നോക്കിയിട്ട്. അങ്ങനെ വലിയതായിട്ട് റിജക്റ്റ് വരില്ല. ഒരു 10% റിജക്ഷൻ വരൂ, അത്രയും വരില്ല. ചെറിയൊരു ശതമാനം മാത്രമേ വരൂ. അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കന്റിന് ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ കേസ്മാർട്ടിനകത്ത് കയറിയിട്ട് വേറൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. റിട്ടേൺ ആണ് കൊടുക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വീണ്ടും സിറ്റിസൺ ലോഗിൽ, കേസ്മാർട്ടിന്റെ സിറ്റിസൺ ലോഗിൽ പോയിട്ട് അവിടെ നിന്ന് വീണ്ടും അത് എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. ഈ 2 ബട്ടണാണ് നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കൊരു നോട്ട് എഴുതാം ഫോർ അപ്രൂവൽ. നേരത്തെ അത് വെരിഫൈ ഓൾറെഡി ചെയ്ത ഒരു സംഭവമാണ്. ഇവിടെ നോട്ട് എഴുതുക, സേവ് ചെയ്യുക. പേര് ഇങ്ങനെ വരില്ല കേട്ടോ. ഇംഗ്ലീഷിലെ പേര് ചാൻസ് കുറവാണ്. ഈ സൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വരണുണ്ടോ ലൈവില്? പേരൊക്കെ ഓട്ടോമാറ്റിക്കലി എടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരില്ല. എന്തായാലും ഇവിടെ അപ്രൂവ് പറയുക, സേവ് ചെയ്യുക.
ഇങ്ങനെ ഒരു ലോഗിനിൽ വരില്ല. സേവ് ഓപ്ഷൻ കാണുന്നില്ലല്ലോ സൈറ്റിൽ. സേവ് ഇവിടെ സേവ് ആണ്. ഇതാണ് ഇവിടെ സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സൈറ്റിൽ സേവ് ഓപ്ഷൻ ഇല്ല. ലൈവിലാണോ? അതെ അതെ, ലൈവില് സേവ് ഓപ്ഷൻ ഇല്ല. സേവ് ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ഇവിടെ നിന്നാണ് എടുത്തത് ന്യൂ ആപ്ലിക്കേഷൻ. അത് എല്ലാ ആപ്ലിക്കേഷനും അങ്ങനെയാണോ? എല്ലാ ആപ്ലിക്കേഷനും. ഞാനിന്ന് രാവിലെ ചെക്ക് ചെയ്തതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണോ നടക്കണേ? ഇങ്ങനെയാണോ? റിട്ടേൺ റിജക്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇതാണോ? ഹലോ, കിടക്കുന്നത് സേവ് ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സേവ് ഓപ്ഷൻ ഇല്ല. റിട്ടേൺ റിജക്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. വൺസ് നോട്ട് എഴുതി സേവ് ചെയ്തതാണോ? വൺസ് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുത്തതാണോ? സാറേ, നോട്ട് എഴുതി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ല, വൺസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ എടുക്കുമ്പോഴേ അല്ലാതെ കാണും. അല്ല, അത് നോട്ട് എഴുതിട്ട് സേവ് ആവും. ഇങ്ങനെയല്ലേ ഉള്ളത്? റിട്ടേൺ റിജക്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അങ്ങനെയല്ലേ? അങ്ങനെ. ഇത് വൺസ് നമ്മള് നോട്ട് എഴുതി ഇവിടെ ഒരു സബ്മിറ്റ് ഇല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. സബ്മിറ്റ് ഫോർ അപ്രൂവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാ വരുന്നത്. 7 ഇത് അൺമ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറയുന്ന അവിടെ കേട്ടിട്ടില്ലേ? അൺമ്യൂട്ട് ചെയ്യണം. ഒരു സെക്കൻഡ് ഇത്രേ ഉള്ളൂ, അപ്രൂവ് ഒന്നുമില്ല. നമ്മൾ തന്ന ഡിമോയിൽ എല്ലാം ഉണ്ട്. അതെ, അങ്ങനെയുള്ള അത് പറഞ്ഞു. പറഞ്ഞത് ഓർമ്മിച്ചത് നന്നായി. അല്ല, ഞാൻ കഴിഞ്ഞ മാസം എങ്ങോട്ട് വന്നിരുന്നു അല്ലേ? ഒന്നുമില്ല, അവിടെ അപ്രൂവ് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ക്ലർക്ക് ലോഗിനിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടെ കമ്മിറ്റി മീറ്റിംഗ് എൻ്റർ ചെയ്യണത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഇതില് കമ്മിറ്റി മീറ്റിംഗ് എൻ്റർ ചെയ്യേണ്ടതും ഈ ലോഗിനിലാണ്. അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ വഴിയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ നേരെയുള്ള ആരോ കീ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് കമ്മിറ്റി മീറ്റിംഗ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ കൊടുക്കുക. ഇപ്പോ അപ്ലൈ ചെയ്ത ആളിന്റെ ഇവിടെ ഇതുവരെ കമ്മിറ്റി ഒന്നും ചെയ്തിട്ടില്ല. ഒരു കമ്മിറ്റി എൻ്റർ ചെയ്യണു, തീരുമാന നമ്പർ എൻ്റർ ചെയ്യണു, അതിൽ പരിഗണിച്ച അപേക്ഷ എണ്ണം 2, അതിൽ അംഗീകരിച്ച അപേക്ഷകളുടെ എണ്ണം ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം.
ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. കമ്മിറ്റിയിൽ എത്ര അപേക്ഷ വെച്ചു, അതിൽ എത്ര എണ്ണം അംഗീകരിച്ചു. അപ്പോൾ ഇതിൽ 2 ആപ്ലിക്കേഷൻ ഈ കമ്മിറ്റി പേരിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാം. നോക്കിയേ, അപ്പോൾ ഇവിടെ 2 എണ്ണം. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ 3-ൽ 2 ഇവിടെ വ്യൂ കൊടുക്കുക. പറയൂ. ഏതാ ഏതാ? ഹലോ, വേറെ ആണല്ലോ. സൈറ്റിന് എന്തോ ഒരു വിഷയമുണ്ട്. ഇങ്ങനെ വരില്ല കേട്ടോ. ഇതെല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലർക്ക് ലോഗിനാണ്. ഇതിപ്പോൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല. ഇത് ഇവിടെ ഫയൽ നോട്ട് ഇവിടെ സേവ് ചെയ്യുക, സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. ഇവിടെ വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തപ്പോൾ ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ? ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു കമ്മിറ്റി മീറ്റിംഗ് ഈ ആപ്ലിക്കേഷൻ ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. വേറൊരു ആപ്ലിക്കേഷൻ എടുക്കുക. ഇത് ക്ലർക്ക് ലോഗിൻ തന്നെയാണ്. ഇത് അതായത് നമുക്ക് ഒരു കമ്മിറ്റി മീറ്റിംഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഓപ്ഷൻ റിജക്റ്റ് അങ്ങനെയുള്ള സംഭവം മാറും, ഇങ്ങനെ വരും. അതായത് കമ്മിറ്റിയിൽ ആഡ് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് ആ ഒരു റിജക്ഷൻ ഓപ്ഷനൊക്കെ വരണത്. ഇതെല്ലാം ചെയ്ത് ഓക്കെ. എന്തായാലും നമുക്ക് ഈ ക്ലർക്ക് ലോഗിനിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, കമ്മിറ്റി മീറ്റിംഗ് ആഡ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലർക്ക് ലോഗിനിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കുട്ടി ചെയ്ത സംഭവമാണ്. ഇത് നമുക്ക് ഡെമോ ചെയ്യുമ്പോൾ ശരിക്കും ഡാറ്റ ഇങ്ങോട്ട് വരണില്ല. IKEAM പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. അപ്പോൾ കറക്റ്റ് ആധാർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ നിന്ന് വെരിഫിക്കേഷൻ എടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് വരും, ഈ നോട്ട് എഴുതി സേവ് ചെയ്ത് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ സാറേ. പറഞ്ഞോളൂ സാറേ, ഈ എനിക്ക് തോന്നുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലർക്ക് ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇപ്പൊ അവരുടെ ലോഗിൻ ആയിപ്പോയി. കാരണം നല്ലൊരു ചോദ്യമുണ്ട് സാറേ, അപേക്ഷക ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ അല്ലോ എന്നൊരു ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ലോഗിനാണ് അല്ല സാറേ, ഇത് ക്ലർക്ക് ലോഗിൻ തന്നെയാണ്. അതായത് പക്ഷെ ഞങ്ങളുടെ ക്ലർക്ക് ലോഗിനിൽ കാണിക്കുന്ന വിൻഡോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഇതല്ല. വെറുതെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഒഫീഷ്യൽ ലോഗിലൊന്ന് കയറി നോക്കി. അപ്പൊ അത് ഇതിന്റെ വിൻഡോ ചെറിയ വ്യത്യാസം കാണുന്നുണ്ട് സാറേ. എനിക്ക് ഡെമോയിൽ കൊടുത്തത് മറ്റേതായി പോയോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ലോഗിൻ ചെയ്ത് കയറിയത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലോഗിൻ ആണോ എന്നൊരു സംശയമുണ്ട്. ഒരു സെക്കൻഡ്. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മാറിപ്പോയതാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തന്ന ചെയ്ത ലോഗിൻ ഇത് കറക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? ആണ് സാർ, അതെ അതാണ്. ഓക്കെ. സാർ, ഇതിൽ മാർക്ക് ആസ് വെരിഫൈഡ് നമുക്ക് കാണുന്നില്ല. മാർക്ക് ആസ് വെരിഫൈഡ് കാണാനില്ല? ഇല്ല. അല്ല, നമ്മളെ ഒരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും.
വെരിഫൈഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് കാണും. നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്ത ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് കാണാൻ വേണ്ടി ഒരു ഓപ്ഷനാണ്. അതവിടെ ഇല്ല. ഇല്ല ഇല്ല. കോട്ടെ. ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെയല്ലേ നിങ്ങൾക്കുള്ളത്? സാർ ഞങ്ങളുടെ ലോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് സാറേ, പനൂരിൽ നിന്നാണ്. ആ. അപ്പൊ അവിടെ ഞങ്ങളേലും മാർക്കസ് വെരിഫൈഡ് എന്നുള്ള സാധനം ഇല്ല. ഇല്ല. റിട്ടേൺ Return, റിജക്ട് reject ഉണ്ട്. വെരിഫിക്കേഷൻ റിപ്പോർട്ടാ, 3 ഉള്ളൂ. റിട്ടേൺ റിജക്ട് ശരി, sir. വെരിഫിക്കേഷൻ റിപ്പോർട്ട്. 3 ഉള്ളൂ. ഒന്ന് കാണാനില്ല. മാർക്കസ് വെരിഫൈഡ് ഓപ്ഷൻ ആർക്കും കിട്ടുന്നില്ല. റിട്ടേൺ റിജക്റ്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വെരിഫൈ ചെയ്തത് നിങ്ങൾ വെരിഫൈ ചെയ്ത ആപ്ലിക്കേഷൻ ആണോ നോക്കിയത്? അല്ല, ഇൻബോക്സിൽ കിടക്കുന്നതാണ് നോക്കിയത്. ഒന്ന് ഇത് വെരിഫൈ എടുക്കാത്തതാണോ? ഫസ്റ്റ് ടൈം എടുക്കണാണോ? ഫസ്റ്റ് ടൈം എടുക്കുന്നത്. ഈ SJDക്ക് അയച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കാണും, കണ്ടോ? SJD വെരിഫിക്കേഷൻ അയച്ചിരിക്കുന്നു. നമുക്കിവിടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, പക്ഷെ നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് അവർ ചെയ്ത ശേഷമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. ഇതിങ്ങനെ വരും. സാധാരണ ആപ്ലിക്കേഷൻ നമുക്കിവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ലൈവ് തന്നെയല്ലേ നോക്കണത്? ഇവിടെ ഫയല് സേവ് നോട്ട് സേവ് ചെയ്യാം. താഴെ സേവ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഇല്ലേ? ഇല്ല സാർ. ഇല്ല. ഇല്ല. ഇല്ല, സേവ് എന്നൊരു Return- ബട്ടൺ ഇല്ല. സേവ് എന്നൊരു ഇല്ല. ബട്ടൺ ഇല്ല. ഇല്ല. നമ്മൾ അപേക്ഷ എടുക്കുമ്പോൾ റിട്ടേൺ റിജക്റ്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു second. ഒന്ന് clear ചെയ്യാം. അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒരു ഫയല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽ നോട്ട് എടുത്തിട്ട് ബെനഡിറ്റ്, അത് ഒരു ലോക്കൽ ബോഡിയാണോ വരുന്നത് അതോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ വരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെയാണ്. വെങ്ങാനൂർ പഞ്ചായത്തും അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്ത് പറയാം. മുനിസിപ്പാലിറ്റി അങ്ങനെയാണ് സാർ. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലും അങ്ങനെയാണ്. ശരി, ചെക്ക് ചെയ്ത് പറയാം. ഇത് നോക്കാം കേട്ടോ. ഇത് നോക്കാം. ഞാൻ കറക്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു പോവാമേ. ഞാൻ നോക്കാം, ആ സംഭവം നോക്കാം. വിളിച്ചിട്ട് ഇപ്പൊ എടുക്കണില്ല. നമ്മൾ ഇവിടെ ഈ വെരിഫിക്കേഷൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെരിഫിക്കേഷൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫൈ ചെയ്യാം. നമ്മൾ ഇതിന്റെ നോട്ടും എഴുതി റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യാം, റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യാം. ഇവിടെ ഒരു സേവ് ഉള്ളതാണ് ഈ ഫയൽ നോട്ട്. ഇത് നമ്മൾ വെരിഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സാണ് കേട്ടോ. കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു വിൻഡോ ആണിത്. ഇനി ഇതിനെ ഫോർവേഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സൈഡിൽ. എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്തു കഴിയുമ്പോഴാണ് ഇവിടെ നമുക്ക് എന്താണ് ഈ കൗൺസിൽ മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇതിൽ നമുക്ക് പുതിയ കൗൺസിലിൽ വച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പുതിയ കൗൺസിലാണെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണം. ഓൾറെഡി ഉള്ളതാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ 4 എണ്ണം ഓൾറെഡി കൗൺസിൽ ഡീറ്റെയിൽസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഇതിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഏത് കൗൺസിലാണെന്നുള്ളത് അതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ അതിന് നേരെ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വന്ന ആപ്ലിക്കേഷൻ ഏത് കമ്മിറ്റിയിലാണ് വച്ചത് എന്നുണ്ടെങ്കിൽ ആ കൗൺസിൽ മീറ്റിങ്ങിന് നേരെയുള്ള വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഒരു നോട്ട് എഴുതാനുണ്ട്. ഇവിടെ സേവ് ചെയ്യുക, സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ക്ലർക്ക് ലോഗിനാണ്, ന്യൂ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യും. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ്റെ ഓപ്ഷനാണ്. ഒരു തവണ നമ്മളത് എന്താണ് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്ന് കാണും. ഇങ്ങനെ കാണിക്കുന്നതാണ് ഈ പറയുന്ന ഈ ഫയൽ അപേക്ഷയായിട്ടുള്ളത്. ഇത് നമ്മൾ ഒരിക്കൽ നമ്മൾ എടുത്ത് നോക്കിയ സേവ് ചെയ്ത ആപ്ലിക്കേഷനാണ്. അതിലാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ തന്നെയല്ലേ? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കോ? അങ്ങനെയല്ല സാറേ, അങ്ങനെയല്ലേ വരുന്നത്? അല്ല അങ്ങനെയല്ല സാറേ. ഒന്നുകൂടെ പറയാം. ചെയ്തിട്ടില്ല സാർ, നമുക്ക് നോക്കാൻ നിവൃത്തിയില്ല. അല്ല, നമ്മള് ഒരു തവണ ഈ ഫയൽ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഫയൽ അപേക്ഷ എടുത്താലും അത് തന്നെ കാണിക്കുന്നത്. ആണോ? റിട്ടേൺ റിജക്ട്. നോക്കാം. അപ്പൊ ഈ സംഭവം മനസ്സിലായില്ലേ? ഈ ഫയൽ അപേക്ഷ എന്നുള്ളത് പുതിയൊരു അപേക്ഷയാണ്. അത് ഓപ്പൺ ചെയ്യണത് വെരിഫിക്കേഷൻ ചെയ്യണതിന് വെരിഫിക്കേഷന് നേരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ഫയൽ നോട്ട് എഴുതി സേവ് ഇല്ല, നേരത്തെ ആപ്ലിക്കേഷനിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒരു സേവ് ബട്ടൺ ഉണ്ട്, അത് സേവ് ചെയ്യുക. അത് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് നമ്മൾ ഫോർവേഡ് ചെയ്യണത്, അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൗൺസിൽ മീറ്റിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓൾറെഡി കൗൺസിലിൽ ഉള്ള ഒരു അപേക്ഷയാണെങ്കിൽ ഇവിടെ താഴെ കൗൺസിൽ കാണും, അതിന് നേരെയുള്ള വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം കൊടുക്കാം നമുക്ക്. കൗൺസിൽ സെറ്റ് ചെയ്തു പോയല്ലേ, ഇനി എന്ത് ചെയ്യാൻ? കൗൺസിൽ ലിസ്റ്റ് ചെയ്യും. ഏതിലാണോ നമ്മൾ കൊടുക്കേണ്ടത്, ഏത് കമ്മിറ്റിയിലാണോ ഈ അപേക്ഷ വെച്ചത്, അതിന് നേരെയുള്ള വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ട് എഴുതുക, സേവ് ചെയ്യുക, സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നേരെ സെക്രട്ടറി ലോഗിനിൽ പോവും. സെക്രട്ടറി ലോഗിനിൽ സെയിം മെനു തന്നെയാണ് സെക്രട്ടറി ലോഗിനിൽ. സ്ത്രീ സുരക്ഷ, ന്യൂ ആപ്ലിക്കേഷൻ അപ്രൂവൽ. നോക്കിയാൽ ഇവിടെ സെക്രട്ടറിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ക്ലർക്ക് ലോഗിൽ നിന്ന് അയച്ച ആപ്ലിക്കേഷനുകളാണ്. ഇവിടെ വ്യൂ എടുക്കാം, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ പോലും ഇവിടെ അപ്രൂവ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒരു ഫയൽ നോട്ട് എഴുതാം. ഇവിടെ സേവ് ബട്ടൺ കാണാനില്ല, സേവ് ഉണ്ട്. ഒരു ഫയൽ നോട്ട് എഴുതാം, അപ്രൂവ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ DS ചോദിക്കും, ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം. അത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സെലക്ഷൻ ഉണ്ട്, ഇതും അപ്രൂവ് ചെയ്യാം. ഇങ്ങനെ അപ്രൂവ് ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ തന്നെ സൈൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ വരും. ആ സൈൻ റെക്കോർഡ്സിനകത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാണോ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത് അന്ന് മുതലേ ഈ പെൻഷനറിന് പെൻഷന്റെ ബെനിഫിഷ്യറി ആകും. അത് ശ്രദ്ധിക്കുക. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് SJD ലോഗിനാണ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ളത് അവരുടെ ലോഗിനിൽ പോവും. അവിടെ നിന്ന് അവിടെ യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉള്ളൂ. കാണിക്കണമെന്നില്ലല്ലോ. യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ നോ പറഞ്ഞാൽ പിന്നെ ക്ലർക്ക് ലോഗിനിൽ റിജക്ട് ചെയ്യേണ്ട ഓപ്ഷനിൽ വരും. പിന്നെ നമ്മൾ ആ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ
ക്ലർക്ക് ലോഗിൽ റിജക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. ശ്രദ്ധിക്കണേ. SJDയിൽ നമുക്ക് എന്താണ് റിജക്ട് ചെയ്ത നോ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്ലർക്ക് ലോഗിൽ റിജക്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ മാത്രമേ എനേബിൾ ആവൂ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. നേരത്തെ വർക്ക് ചെയ്തതാണ്. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യണത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. സെർച്ച് ഓപ്ഷനും ഉണ്ട്, റിപ്പോർട്ട്സും ഉണ്ട്. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഇത്രയും ID വെച്ചിട്ട് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് റിപ്പോർട്ട്സും ഉണ്ട്. അതെല്ലാം ബെനിഫിഷ്യറി ലിസ്റ്റും ആപ്ലിക്കേഷൻസും. ഇത്രയാണ് ഇതിലുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇത് ക്ലർക്ക് ലോഗിനിലാണ്. അവിടെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ രാവിലെ ഇത് ക്ലിയർ ആയിട്ട് ചെയ്തതാണ്. ക്ലർക്ക് ലോഗിനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ തീർക്കാം. സുരക്ഷ ന്യൂ ആപ്ലിക്കേഷൻ. ഈ പറയുന്ന ഓപ്ഷൻസ് വെരിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോഴ് ഇവിടെ ഒരു നോട്ട് എഴുതാനും സേവ് ചെയ്യാനും പറ്റൂ. പിന്നെ റിട്ടേൺ ചെയ്യാനും റിജക്ട് ചെയ്യാനും പറ്റും. ഈ ശരിക്കും ഈ മാർക്ക്ഡ് ആസ് വെരിഫൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണും. കാരണം നമ്മൾ കുറെ ആപ്ലിക്കേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്താണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഓപ്ഷനാണ്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ സെക്രട്ടറി ലോഗിനിലോട്ട് അയക്കുന്നതിനാണ് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ. അതെടുക്കുക, എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമ്മിറ്റി മീറ്റിംഗ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 2 എണ്ണം അംഗീകരിച്ച് അപേക്ഷ ഉണ്ട്. ഇനി ഒരെണ്ണം കൂടി ഇതിൽ ചേർക്കാം. കണ്ടോ, എൻട്രി നടത്തിയ അപേക്ഷകളുടെ എണ്ണം 1 ആണ്, അംഗീകരിച്ച് 2 ആണ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് വന്ന ആപ്ലിക്കേഷൻ കൂടെ ഈ പറയുന്ന കമ്മിറ്റിയിൽ കയറ്റണമെങ്കിൽ ഇവിടെ V കൊടുത്താൽ മതി. ഇനി അതല്ല പുതിയൊരു കമ്മിറ്റിയിലാണ് വെക്കണമെങ്കിൽ കമ്മിറ്റി ഡീറ്റെയിൽസ് ഇവിടെ ആദ്യമേ കൊടുക്കുക, സേവ് ചെയ്യുക, എന്നിട്ട് വ്യൂ കൊടുത്ത് പോവാം. ഇവിടെ വ്യൂ കൊടുക്കുക, ഇവിടെ നോട്ട് എഴുതുക, സേവ് ചെയ്യുക, സബ്മിറ്റ് ഫോർ അപ്രൂവൽ. കൺഫ്യൂഷൻ ഒഴിവായി എന്ന് വിശ്വസിക്കുന്നു. ക്ലർക്ക് ലോഗിലാണ് കുറച്ച് കാര്യങ്ങൾ എൻട്രി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലൈവിലിന്റെ കാര്യം നോക്കാം. സാറേ മറ്റ് പെൻഷനുകൾ നമ്മൾ ചെയ്യുമ്പോൾ കമ്മിറ്റി സെറ്റ് ചെയ്തിട്ടാണല്ലോ ഈ സൈറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ആ ഈ പിന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ വെരിഫൈ ചെയ്തിട്ടല്ലേ കമ്മിറ്റി സെറ്റ് ചെയ്യുന്നത്? അതെ അതെ. സാറേ ആ ഇത് ബാങ്ക് അക്കൗണ്ടില് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? ബാങ്ക് നമ്മുടെ ലോഗിനിലോ കാണിക്കുന്നില്ലല്ലോ. ബാങ്ക് അക്കൗണ്ടിലെ ക്ലർക്കിന്റെ ലോഗിനിലെ പേര് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ പേരല്ലേ? ആ അതങ്ങനെ വരില്ല കേട്ടോ. അത് ഞാൻ ചെക്ക് ചെയ്യാം. ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല അല്ല, അത് അങ്ങനെ വരില്ല. നമ്മുടെ ലോഗിൽ നിന്ന് എൻട്രി ചെയ്യാനൊന്നും പറ്റില്ല. ബാങ്ക് അക്കൗണ്ടേ വരുന്നുള്ളൂ സാറേ, അതിനകത്ത് വേറെ ഒന്നും വരുന്നില്ല. ബാങ്ക് അക്കൗണ്ടിലെ പേര് കാണിക്കുന്നുണ്ട് സാർ. കാണിക്കുന്നില്ല, പേരില്ല, IFSC കോഡില്ല, ഒന്നുമില്ല. ഇങ്ങനെയല്ലേ വരുന്നത്? ഇവിടെയൊക്കെ എൻട്രി ചെയ്യേണ്ട ഓപ്ഷൻ വരണുണ്ടോ? അവരുടെ ഓപ്ഷൻ എടുക്കും. ഇങ്ങനെ ഡിസേബിൾ ആയിട്ടല്ലേ വരണത്? ഫീൽഡ് ആധാർ കാർഡ് വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ആധാർ കാർഡ് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. റേഷൻ കാർഡ് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പറേ ഉള്ളൂ. അതിൽ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് ടൈപ്പ് ചെയ്യുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അങ്ങനെ വരില്ല കേട്ടോ. അത് ഞാൻ ചെക്ക് ചെയ്യാം. സോറി, ടൈപ്പിംഗ് ഇല്ല തോന്നുന്നു, പേര് കാണിക്കുന്നുണ്ട്. ചെക്ക് ചെയ്താൽ മതി സാർ. കൺഫ്യൂഷൻ. ഓക്കെ ഓക്കെ. നമുക്കൊന്നും ആ ഓപ്ഷൻ ഇല്ല, ഡിസേബിൾ ആണ്. ഏതാ? നമുക്കൊന്നും അങ്ങനെ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡിസേബിൾഡ് ആണ്. അതെ അതെ. അതെങ്ങനെയാണോ പേര് എൻട്രി ചെയ്യണത് പറഞ്ഞത്? താഴെ ഉണ്ട് സാറേ, ബാങ്ക് അക്കൗണ്ടിന്റെ പേരും താഴെ ഉണ്ട്. ആ ഇവിടെ ഉണ്ട്. ഉണ്ട് സാറേ. ആ പിന്നെന്താ? വിതരണത്തിനായി തെരഞ്ഞെടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അങ്ങനെ ഉണ്ട് സാറേ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഓട്ടോമാറ്റിക് ആയി വരുന്ന. അതാണ്. അത് ഏതൊരു പഞ്ചായത്തിൽ അങ്ങനെ എൻട്രി ചെയ്യാൻ വേണ്ടി ചോദിക്കണമെന്നല്ലേ പറഞ്ഞേ? അല്ല, പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ താഴെ മൂന്നാമത്തെ കോളം സാറേ. ബാങ്ക് അക്കൗണ്ടിലെ പേര്
അതാണ് ഈ കാണുന്ന ഓപ്ഷൻ അല്ലേ അപേക്ഷയുടെ പേര് നന്നായി തിരഞ്ഞെടുക്കുന്ന രീതി. വിതരണം തിരഞ്ഞെടുക്കുന്ന രീതി അതിലെല്ലാം ഉണ്ട്, എല്ലാ രേഖയുണ്ട് സാറേ. അതാണ് അങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ എല്ലാ രേഖയുണ്ട് സാറേ. ശരി സാർ, ശരി. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? പറ്റുമോ? ജോയിന്റ് അക്കൗണ്ട് പറ്റുമോ? ഇല്ല. ജോയിന്റ് അക്കൗണ്ടോ? സാർ ഇത് ബാങ്ക് അക്കൗണ്ട് തിരുത്തണമെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുകയല്ലേ മാർഗമുള്ളൂ? എന്തെങ്കിലും തിരുത്തണമെങ്കിൽ റിട്ടേൺ ക്ലർക്ക് ലോഗിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ കേട്ടോ. അല്ല ഈ ബാങ്ക് അക്കൗണ്ട് എന്നിട്ട് കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കാം. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ, ഈ 20-ാം തീയതി സൈറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി വെരിഫൈ ചെയ്തിട്ട് അടുത്ത കൗൺസിൽ വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഒരു അവസരം സർക്കാർ ഇനി തരുമോ? മറ്റു പെൻഷനെ പോലെ തന്നെയാണ് ഇത്. മറ്റു പെൻഷനുകൾക്ക് തരില്ലേ? 2 ദിവസം ഇത് വിതരണത്തിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ശരിക്കും ഇത് 15-ാം തീയതി വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് 16-ാം തീയതി ഇഷ്യൂ ചെയ്യുമെന്നാണ് നേരത്തെ അറിയാൻ സാധിച്ചത്. പക്ഷെ അത് നടന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ 20-ാം തീയതിയാണ് അല്ലേ? 20-ാം തീയതി ക്ലോസ് ചെയ്യും സാറേ. അതെ. പിന്നെ അത് ഓപ്പൺ ചെയ്യും. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. നീ ഓപ്പൺ ചെയ്തിട്ടല്ലേ സാറേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ. സബ്മിറ്റ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. സബ്മിറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓപ്പൺ ആക്കി തന്നിട്ടല്ലേ പറ്റൂ? അതെ. അത് 1 ദിവസം 2 ദിവസം അല്ലേ വിതരണത്തിന് വേണ്ടി? ഒരാഴ്ച എടുക്കും സാറേ. ആ. അത് കഴിഞ്ഞല്ലേ കമ്മിറ്റി ഇടാൻ പറ്റത്തുള്ളൂ സാറേ. ഇത് എത്ര അപ്രൂവ് ചെയ്തതിനു ശേഷമല്ലേ പറ്റൂ? അതെ. റൂൾ അത് കഴിഞ്ഞിട്ടേ പറ്റൂ. അപ്രൂവ് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മിറ്റി ഇടാൻ പറ്റും. എത്ര അപേക്ഷ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു അതനുസരിച്ച്. കമ്മിറ്റി ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. അതിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് കമ്മിറ്റി ഇടാമല്ലോ. ലിസ്റ്റ് എടുക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. തോനെയുണ്ട് സാറേ, അത് കുറെ ഉണ്ട് അപേക്ഷകൾ. അതെല്ലാം കൂടെ ഒന്നിച്ചായിട്ട് ഇടാൻ ഒറ്റ ഫയലായിട്ട് ഇട്ടാൽ മതി. എത്ര ബെനിഫിഷ്യറി ഉണ്ടോ ഒരു ഫയൽ എറേസ് ചെയ്യുക. ആ ഫയലിലേക്ക് ഈ പറയുന്ന ഇതിലൊന്നൊരു റിപ്പോർട്ട് എടുത്ത് വെക്കുക, ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലൊരു അജണ്ട ക്രിയേറ്റ് ചെയ്യുക. ആ അജണ്ട വെച്ചിട്ട് അജണ്ട കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തീരുമാനം എടുക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെക്കണമല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെക്കണമല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെക്കണമല്ലോ സാറേ. അതെ. റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത PDF ആയിട്ട് കിട്ടില്ലേ നമുക്ക്? കിട്ടും. സാർ ഹലോ. ആ സാർ, നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന ഓർഡറിലല്ലേ നമ്മൾ വെരിഫൈ ചെയ്ത് പോകുന്നത്? റിപ്പോർട്ട് എടുക്കുമ്പോ ആ ഓർഡറിലല്ല അത് കിട്ടുന്നത്. ആണോ? അത് ചെക്ക് ചെയ്യാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഡേറ്റ് വെച്ചിട്ടാണ്. പക്ഷെ ഒരു ദിവസം തന്നെ നമുക്ക് 100-ലധികം അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. വന്നിട്ടുള്ള ഓർഡറിലാണല്ലോ അല്ലേ? ഒരേ ദിവസം തന്നെ 100-ലധികം അപ്ലിക്കേഷൻ വരുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഷഫിലായിട്ടാണ് കിടക്കുന്നത്. അല്ല, വരുന്ന ഓർഡറിലല്ലേ സിറ്റിസൺ അപ്ലൈ ചെയ്യണ ഓർഡറിൽ വരണമെന്നല്ലേ വേണ്ടത്? അതെ. അങ്ങനെയല്ലേ വരുന്നത്? റിപ്പോർട്ട് എടുക്കുമ്പോ അങ്ങനെയല്ല കാണുന്നത്. ചെക്ക് ചെയ്യാം കേട്ടോ, ചെക്ക് ചെയ്യാം. സാർ പിന്നെ ഒരു ഡൗട്ട്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ അക്കൗണ്ട് നമ്പർ മാറിപ്പോയി, അവർ തന്നതല്ല. ചിലപ്പോ ഹസ്ബൻഡ് വൈഫിന്റെ വേറെ ആരുടെയെങ്കിലും തന്നു, പിന്നെ ആയിരിക്കും അവർ വിചാരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ അങ്ങനെ റിട്ടേൺ ചെയ്യേണ്ട സാഹചര്യം ഒന്നും വരില്ല. ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ആപ്ലിക്കേഷൻ ലിസ്റ്റ് എടുത്തിട്ട് ഇതില് ഈ സ്കൂൾ രേഖ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെക്ക് ചെയ്തപ്പോ സ്കൂൾ രേഖ എന്ന് പറഞ്ഞിട്ട് അവര് ബാങ്ക് പാസ്ബുക്ക് ആണ് അപ്ലോഡ് ചെയ്തത്. അത് അങ്ങനെയുള്ളത് ലിസ്റ്റ് എടുത്തിട്ട് അല്ല, അങ്ങനെയുള്ളത് റിട്ടേൺ ചെയ്യണം കേട്ടോ. ഞാൻ അതാണ് പറഞ്ഞത്. ക്ലർക്ക് ലോഗിൽ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ചേർത്ത് ചെയ്താലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ വരുള്ളൂ. ജോയിന്റ് അക്കൗണ്ട് പറ്റുമോ? മാനുവൽ ആയിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു വാലിഡേഷൻ ഒന്നും ഇല്ലല്ലോ. ആപ്ലിക്കേഷൻ ചോദിച്ചു പറയാം കേട്ടോ. വേറെ എന്തെങ്കിലും ജോയിന്റ് അക്കൗണ്ട് പറ്റുമോ? ചോദിച്ചു പറയാം. പ്രശ്നം ഇല്ലെന്നാണ് എന്റെ